പൈസ തരണം, ഇല്ലെങ്കിൽ ഭാരം കൂട്ടിത്തരണം എന്ന് പറഞ്ഞു. ഇതാണ് മലബാറിലെ കർഷക സമരങ്ങളുടെ അടിസ്ഥാനം. കർഷക സമരത്തിലെ ആദ്യത്തെ പ്രശ്നം അതാണ്. ജന്മിമാർ ഭാരം കൂട്ടി ചോദിച്ചു. ഇതാണ് മലബാറിലെ കർഷക സമരത്തെ. എന്ത് കാരണം? കുടിയേറ്റക്കാർ ഇവിടെ വന്ന് ശാസ്ത്രീയമായ കൃഷി നടപ്പാക്കി, കുറച്ചുകൂടെ ആധുനികമായ കൃഷി നടപ്പാക്കി. ഇത് ചരിത്രത്തിൽ നമ്മൾ കാണില്ല. അതേസമയം വിപ്ലവം, ഏത് മുനയംകുന്ന്, മറ്റേ എല്ലാ ഈ വിപ്ലവങ്ങളെല്ലാം നമ്മൾ ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുക്കും. നമ്മൾ നടപ്പിലാക്കിയ കുടിയേറ്റ കർഷകർ നടക്കിയാൽ കാർഷിക വിപ്ലവത്തെ സംബന്ധിച്ച് ചരിത്രം മൗനം പാലിക്കുകയാണ്. ഞാൻ ഇതിനെപ്പറ്റി, ഇതാണ് പുറ്റു നോവലിൽ ഞാൻ സംസാരിച്ചത്. പുറ്റു നോവലിൽ ഞാൻ സംസാരിച്ചത് ഈ ചരിത്രം തിരുത്തി എഴുതേണ്ടതിനെ പറ്റിയാണ്. നമ്മളുടെ എല്ലാം കൃഷിയിടങ്ങൾ വൃക്ഷനിബിഡമാണ്. വെയിലിൻ്റെ ഒരു തരി പോലും നമ്മുടെ പറമ്പിൽ വീഴാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ കൃഷിയെ പരിപാലിച്ചവരാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ വനം, എപ്പോഴും ഞാൻ ഏറ്റുമുട്ടുന്ന ഒരു വനം വന്യജീവി സംഘർഷം. വനം വന്യജീവി സംഘർഷത്തിൽ എന്തുകൊണ്ട് വന്യജീവികൾ പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെല്ലാവരും അവിടെ കൃഷി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആന കാട്ടിൽ നിന്ന് ഇറങ്ങി അന്നേരം നമ്മൾ പാട്ട കൂട്ടി തിരിച്ചു ഓടിക്കും. മറ്റെന്തെങ്കിലും ഒരു വന്യമൃഗം ഇറങ്ങിയാൽ അന്നേരം ആ കർഷകർ അതിനെ പ്രതിരോധിച്ച് ഒന്നെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതിനെ തീർക്കും. എങ്ങനെയാണേലും അവൻ ഇങ്ങോട്ട് ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കും. മനസ്സിലായോ? പക്ഷെ ആ പണിയെടുത്തുകൊണ്ടിരുന്നവർ അവിടുന്ന് നമുക്ക് ഉപജീവന മാർഗം നഷ്ടമായപ്പോൾ, മക്കളെല്ലാം വിദേശത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ ആ ബെൽറ്റിൽ നിന്നും പുറത്തേക്ക് ആളുകൾ ഇറങ്ങി. ഇപ്പം മണിക്കടവ് മാട്ര ആ ഭാഗത്തുണ്ടായിരുന്ന കുടിയേറ്റ മേഖലയിലുണ്ടായിരുന്നവരെല്ലാം താഴേക്ക് ഇറങ്ങി. ഇപ്പം നെല്ലിക്കാൻ പോയി ഭയങ്കരമായ റെസിഡൻഷ്യൽ ഏരിയ ആയി മാറി. അതോടെ ആന വന്ന് ഉളിക്കൽ വന്ന് ജോസ് എണ്ണ ചവിട്ടിക്കൊന്നു. മനസ്സിലായില്ലേ? പണ്ട് ആന മണിക്കടവെന്നോ വാവട്ടറെന്നോ ഇറങ്ങുമ്പോഴത്തേനും അവിടെ പ്രതിരോധിക്കാൻ ആളുണ്ടായിരുന്നു. അവർ പാട്ട കൊട്ടി ഇതിനെ ഉള്ളിലേക്ക് തീ കത്തിച്ച് ഉള്ളിലേക്ക് കയറ്റി വിടുമായിരുന്നു. ഇതാണ് യഥാർത്ഥ വനം വന്യജീവി സംഘർഷത്തിൻ്റെ കാരണം. അതുപോലെ തന്നെ കാടിനെ, അല്ലാണ്ട് നമ്മൾ ഇവരെല്ലാം പറയുന്നത് കാട് കയ്യേറിയിട്ടല്ലേ നിങ്ങൾ, ഈ കാര്യത്തിലാണ് ഞാൻ തർക്കിച്ചത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ ആഴത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയൊരു ജനവിഭാഗത്തിൻ്റെ ശബ്ദത്തെ മറച്ചു വെച്ചുകൊണ്ടുള്ള ചരിത്ര നിർമ്മാണ പ്രക്രിയയും രാഷ്ട്രീയ ചിന്താഗതികളുമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 40 വർഷത്തെ പാരമ്പര്യം, ഈ പാരമ്പര്യം മലയാള ഭാഷയുടെ പാരമ്പര്യമാണ്. മലയാള ഭാഷയുടെ പാരമ്പര്യമാണ്. മലയാളത്തിൽ സംസ്കാരം ഉണ്ടാക്കിയവരെ, മലയാളത്തിൽ നോവൽ ഉണ്ടാക്കിയവരെ, മലയാളത്തിൽ നാടകം ഉണ്ടാക്കിയവരെ, മലയാളത്തിൽ കവിത ഉണ്ടാക്കിയവരുടെ, മലയാളത്തിൽ ചെറുകഥ ഉണ്ടാക്കിയവരുടെ സാംസ്കാരിക പാരമ്പര്യം, മലയാളത്തിൻ്റെ വ്യാകരണം ഉണ്ടാക്കിയവരുടെ. ഒരു ഭാഷയുടെ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ വ്യാകരണമാണ്, നിഘണ്ടുവാണ്. അതിൻ്റെ ഭാഷാശാസ്ത്രപരമായ, ഇത് വൈദേശികമായ ഭാഷാശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയവരുടെ ആ ജനവിഭാഗത്തിൻ്റെ ശക്തിയാണ് 140 വർഷമായി നിൽക്കുന്ന ഈ ദീപിക. ഞാൻ നിധീരിക്കൽ മാണിക്കത്തിനാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം, എന്താണ് ഒരു പത്രമുണ്ടാവുക എന്നുള്ളത് ഒരു ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിനെ ആർജവത്തോടുകൂടി 140 വർഷം സംസാരിക്കാൻ നമുക്ക് അവസരം കിട്ടി എന്നുള്ളത് ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഒരു ജനവിഭാഗമുണ്ട്, അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗമുണ്ട്. മലയോരത്തു നിന്നൊരു കഥാകാരൻ എന്ന് പറയുമ്പോൾ ഇവരെല്ലാം പറയുന്നത് മലയോരം എന്തോ സാംസ്കാരികമായ മലനിഴൽ പ്രദേശം എന്നാണ് കേൾക്കുന്നത്. ഇവിടുന്ന് ആരും ഉണ്ടായി വരാൻ പറ്റും. സാഹിത്യം എന്ന് പറഞ്ഞാൽ അത് കപ്പച്ചേട്ടന്മാർക്ക് പറ്റിയതല്ല. മനസ്സിലായില്ല? സാഹിത്യം ഇത് ഞാൻ എല്ലാ മേഖലയിലും ഞാൻ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ മലങ്കൾട്ടെന്ന് വിളിച്ച് നിങ്ങൾ ഒതുക്കണ്ട. ഞാൻ കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്ന് നമ്മളിങ്ങനെ ചുമ്മാ പറയും. നിങ്ങൾ എന്ത് പറഞ്ഞാലും ലോകത്തിൻ്റെ മുന്നിൽ നിന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം. കാരണം ഒരാളും പറയില്ല തുഞ്ചൻ സർവകലാശാലയിൽ പോയിട്ട് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വാദിക്കണമെങ്കിൽ ഞാൻ അടിസ്ഥാനപരമായി പഠിച്ചിട്ട് മാത്രമേ ഞാനൊരു കാര്യത്തിലേക്ക് കിടക്കുകയുള്ളൂ. ഞാനത് ഒരു വാക്ക് എൻ്റെ വായിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി പഠിച്ചിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക മുന്നേറ്റത്തിൻ്റെ സാധ്യതകളാണ് ദീപിക തുറന്നിടുന്നത്. നമ്മുടെ ശബ്ദമായി മാറേണ്ട ഒരു പത്രമാണ്. ഇപ്പം കരുത്ത് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു കുറച്ച് കാലത്തിനിടയ്ക്ക്. എന്തുകൊണ്ട് അത്തരം നമുക്ക് നേരിട്ട് നിന്ന് അടിക്കാം? ഇപ്പം ഞാൻ പറയണ നേരിട്ട് നിന്ന് ഇപ്പം ചെറ്റാന്നോ മറ്റേന്നോ എനിക്ക് ചുരുളി പറഞ്ഞ് എനിക്ക് അടിക്കാം. ഞാൻ പറയുന്നത് എന്നോട് ആ ഇനത്തിൽ മത്സരിക്കാൻ ഇന്ന് മലയാളത്തിലൊരു സാഹിത്യകാരനും ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെ ഞാൻ റെഡിയാണ്, ഓക്കെയാണ് ഞാൻ പറയുന്നത്. ഇനി അത് തെളിയിച്ചിട്ടാണ് ഞാൻ സാഹിത്യരംഗത്തേക്ക് ആ സിനിമയിലേക്ക് കയറുന്നത്. ഇനി അത് പറയാനാണെങ്കിൽ അത് ഓക്കെ. അതല്ല,
നമുക്ക് വേണ്ടത് സാംസ്കാരിക ചരിത്രത്തിൻ്റെ ആഴമുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അടിച്ചെങ്കിലേ അടിയേക്കുള്ളൂ. ദീപിക മനസ്സിലാക്കേണ്ടതാണ്. ഒരു ആഴമുള്ള സാംസ്കാരിക ചരിത്രം നമുക്കുണ്ട്, നമുക്ക് പൈതൃകമുണ്ട്, നമുക്ക് മലയാള ഭാഷ ഉണ്ടാക്കിയവിടെ പൈതൃകം നമുക്കുണ്ട്. പിന്നെ ആ ആഴമുള്ള സാംസ്കാരിക ചരിത്രത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ചോദ്യം ചോദിക്കാം. ഇത് മഹാത്മാഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉപയോഗിച്ച തന്ത്രമാണത്. അതും കൂടെ പറയാൻ 2 മിനിറ്റ് കൂടെ തരുമോ? 2 മിനിറ്റ് കൂടെ തരികയാണെങ്കിൽ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇവിടെ വന്നതിന് ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യ മുഴുവനൊന്ന് സഞ്ചരിച്ചു. അദ്ദേഹം അന്വേഷിച്ചത് നമ്മുടെ സാംസ്കാരിക സമ്പത്ത് എന്താണ്, ഒരു ജനത എന്ന രീതിയിൽ ഇന്ത്യക്കാരെ ഒരുമിച്ച് നിർത്താനുള്ള സാംസ്കാരിക സമ്പത്ത് എന്താണ്, ഇതാണ് അന്വേഷിച്ചത്. അതില്ലാതെ ഒരു ജനത ഒരുമിച്ച് നിൽക്കില്ല, നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല. കാരണം ബ്രിട്ടീഷുകാർ സാംസ്കാരികമായി ഇതാണെന്നും പറഞ്ഞ് വന്ന കൾച്ചറലി ഇതായിട്ട് വന്ന ആളുകളോട് പ്രതിരോധിക്കണമെങ്കിൽ ഇന്ത്യക്കും പൊതുവായ ഒരു സാംസ്കാരിക സമ്പത്തുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യപ്പെടുത്തണം. ഇതിനെന്ത് ചെയ്യും? ഈ മഹാത്മാഗാന്ധി മഹോതന്ത്രശാലിയാണ്. ഞാൻ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും കുശാഗ്ര ബുദ്ധിക്കാരനായ ആളാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം അന്വേഷിച്ച് നോക്കുമ്പം നമുക്ക് ചില ഐറ്റങ്ങൾ അതിലൊക്കെ കിടപ്പുണ്ട്. രാമായണം, മഹാഭാരതം, ഉപനിഷത്തുക്കൾ, പിന്നെ പുരാണങ്ങൾ, ഇതാണ് നമ്മുടെ സാംസ്കാരിക സമ്പത്തായിട്ട് അതിലൊക്കെ കിടക്കുന്നുണ്ട് ഈ സംഭവം. പക്ഷേ ഇത് എഴുത്തും വായന അറിയത്തില്ല, അതുകൊണ്ട് ആർക്കും ഇത് അറിയത്തൊന്നുമില്ല. വാമൊഴിയായിട്ടുള്ള ചില സാധനങ്ങളും സംഭവമൊക്കെ നടക്കുന്നുണ്ട്. ഉടനെ അദ്ദേഹം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമായ ഗീത എടുത്ത് കയ്യിലേക്ക് പിടിച്ചു. എന്നിട്ട് ഈ എല്ലാ ഭാഷകളിലെയും സാംസ്കാരിക പ്രവർത്തകരെ അവരെ കൊണ്ട് രാമായണം, മഹാഭാരതം എന്ന് തുടങ്ങിയ കൃതികളുടെ അത് ഉപജീവിച്ചുകൊണ്ടുള്ള രചനകളിലേക്ക് പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് ഈ അതായത് മലയാളത്തിൽ നമ്മൾ എടുത്തു നോക്കാം, വള്ളത്തോൾ. അദ്ദേഹം സ്വാതന്ത്ര്യത്തെ പറ്റി പറയാൻ ഉപയോഗിച്ച കവിതാ ഏതാണ്? കാഞ്ചനസീതയാണ്. കൊച്ചു സീതയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറയാൻ അദ്ദേഹം ഉപയോഗിച്ചത് സീത ഒരു കൂട്ടിലിട്ട തത്തനെ പറ്റിയാണ് പറയുന്നത്. മഹാഭാരതവും രാമായണവും ഉപനിഷത്തുക്കളും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകമാണ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് അതില്ല. നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ ചോദിക്കുന്നത് ഇതിഹാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിഹാസം ഇല്ല. അങ്ങനെ മഹാഭാരതത്തെ പോലെ ഇതിഹാസം അവർക്കുണ്ടോ? അപ്പം ഈ ഒരു പൈതൃകം വെച്ചുകൊണ്ടാണ് അവരെ വെല്ലുവിളിച്ചത്. നമ്മൾ എത്രയോ നൂറ്റാണ്ടുകൾ തമിഴ് ഭാഷയോളം പൈതൃകമുള്ള ഒരു ഭാഷ ലോകത്തില്ല. തമിഴിനോളം വേർഡുള്ള, തമിഴോളം പൈതൃകമുള്ളതില്ല. സംസ്കൃതത്തോളം വേറൊരു തരം സമ്പത്തുള്ള ഭാഷയില്ല. ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് മഹാത്മാഗാന്ധി നടത്തിയ പോരാട്ടമാണ് ബ്രിട്ടീഷുകാരുടെ മേൽ സാംസ്കാരികമായ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്. അതാണ് ഇന്ത്യയെ ഇന്ന് ഒന്നിപ്പിച്ച് നിർത്തുന്നത്. ഇന്ത്യയിൽ ഇന്നൊരു ഹിന്ദുത്വ ഭരണകൂടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും ഇതുതന്നെയാണ് കാര്യം. അതിൻ്റെ മനസ്സിലായ രാഷ്ട്രീയം എങ്ങനെ ഉപയോഗിച്ചു? മഹാത്മാഗാന്ധി ഉപയോഗിച്ച രാഷ്ട്രീയത്തെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭരണകൂടം ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം നമ്മൾ നേരിടേണ്ടത് ഭരണകൂടങ്ങളെയാണെങ്കിൽ നമ്മൾ ഇന്ന് വാടാ പോടാ തെറി വിളിച്ചിട്ട് കാര്യമില്ല. ആഴമുള്ള ഇത് എന്തു ചെയ്തു, മലയാള ഭാഷയ്ക്ക് ഈ ജനവിഭാഗം എന്തു ചെയ്തു, കൃഷിക്ക് എന്തു ചെയ്തു. റബ്ബറിനെ പറ്റി ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം റബ്ബർ, അതായത് നമ്മുടെ മൈക്കിൾ തരകൻ്റെ ഒരു ഗവേഷണ പ്രബന്ധമുണ്ട്. അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത് റബ്ബറിലാണ്. റബ്ബർ കൃഷി കേരളത്തിലേക്ക് എന്ത് ചെയ്തു? നമുക്ക് റബ്ബർ വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നത് ഈ തന്നാണ്ട് വിളകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക്, കാപ്പി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഴ ചതിച്ചാൽ തീർന്നു. ഒരു ഒരു വിള ഉറപ്പില്ല. നമുക്കിപ്പോൾ അറിയാം, കാപ്പി ആണേലും കുരുമുളകാണേലും കശുമാവാണേലും എന്നാണേലും, കശുമാവും ഇല്ല അന്ന്. ഓക്കെ, ഇങ്ങനെയുള്ള വിളകളൊന്നും നമുക്ക് ജീവിച്ചു പോകാൻ, ദൈനംദിനം ജീവിച്ചു പോകാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു 10 വയസ്സാകുന്നതോടുകൂടി എൻ്റെ അമ്മയൊക്കെ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്ന സമയത്ത് ഈ സ്കൂളിൽ പോക്ക് നിർത്തിയിട്ട് കാരണവന്മാരുടെ കൂടെ പണിക്കിറങ്ങേണ്ടി വന്നു. കാരണം എന്താ? വീട്ടിലുള്ള അധ്വാനിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടി അധ്വാനിച്ചെങ്കിൽ മാത്രമേ ദൈനംദിനമുള്ള ചിലവ് നടന്നു പോകുള്ളൂ എന്നുള്ള സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. റബ്ബർ വന്നതോടുകൂടി
രാവിലെ ഇതൊന്ന് വെട്ടിവെച്ച് കഴിഞ്ഞാൽ, ഇതിന് വലിയ പരിപാലനമൊന്നും വേണ്ട, വെട്ടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല, പിന്നെ ഒന്ന് കുറച്ച് ഷീറ്റ് അടിച്ചിടണം എന്നുള്ളതേ ഉള്ളൂ. പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി റബ്ബർ കൃഷി വ്യാപകമായതോടുകൂടി. കോട്ടയത്താണ് റബ്ബർ ആദ്യം വരുന്നത്. അപ്പം കോട്ടയത്താണ് ആദ്യം പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്, പിള്ളേർ വിദ്യാഭ്യാസം വന്നത്. ആ വിദ്യാഭ്യാസമാണ് കേരളത്തെ ഇന്ന് കാണുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു സാംസ്കാരികമായ മുന്നേറ്റം, ജോലിയുടെ കാര്യത്തിൽ, അറിവിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് ഈ റബ്ബർ കൊണ്ടാണ്. ഈ റബ്ബർ കൃഷി വ്യാപകമായതോടെയാണ്. ഇതൊക്കെ ഞാൻ ഓരോ വേദികളിലും പോയി പറയുമ്പോൾ ഞാൻ മലങ്കൾട്ടായി, മനസ്സിലായില്ല. അവൻ കപ്പച്ചേട്ടൻ, അവൻ റബ്ബറിൻ്റെ ആള്, റബ്ബർ സാഹിത്യകാരൻ. അവൻ നെല്ല് കേരളത്തിന് ദോഷമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ ഇവർക്കെല്ലാം നെൽകൃഷിയാണ് കൃഷി. നെൽകൃഷിയുണ്ട്. എന്താണ്, നമുക്ക് ഒരു കാലത്തും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തും നമുക്ക് വേണ്ട അരി ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടില്ല. അത് മനസ്സിലാക്കണം. കപ്പ വന്നതോടുകൂടിയാണ് നമ്മുടെ പട്ടിണി മാറിയത്. കപ്പയില്ലായിരുന്നെങ്കിൽ ഈ കേരളം എന്ന് പറയുന്ന പട്ടിണി മരിച്ചു പോകുമായിരുന്നു. കപ്പ കൊണ്ടുവന്ന ആരാ? അതുകൊണ്ട് കപ്പ എന്ന വിളിയെ അഭിമാനത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. കപ്പ എന്ന വിളിയെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അഭിമാനത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. റബ്ബർ എന്ന വിളിയെ അഭിമാനത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഞാനിതാ പറയുന്നത്, ഞാനിത് വിഭാഗീയത പറയലല്ല. നമുക്ക് സമ്പന്നമായ, അതായത് ഇനി വ്യവസായത്തിൻ്റെ കാര്യമോ? ആരാ ഇവിടെ വ്യവസായം കൊണ്ടുവന്ന്? തീപ്പെട്ടി കമ്പനി കൊണ്ടുവന്ന ആരാ? ഓട് കമ്പനി കൊണ്ടുവന്ന ആരാണ്? കുമാരനാശാൻ കവിയല്ല, നല്ലൊരു വ്യവസായിയാണെന്നാണ് ഞാൻ എപ്പോഴും കാണുന്നത്. മുതലാളിയാണ് അദ്ദേഹം. ഓട്ട് കമ്പനിയുടെ ആളായിരുന്നു. ഓട് കമ്പനി, തീപ്പെട്ടി കമ്പനി, പിന്നെ തുണി നെയ്ത്ത്, പ്ലൈവുഡ് എന്ന് തുടങ്ങിയ എല്ലാ വ്യവസായങ്ങളും കൊണ്ടുവന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അപ്പം ഇതിൻ്റെ ഒരു വ്യാവസായികമായ മുന്നേറ്റം ഇത് കേരളത്തിലുണ്ടാക്കിയത് ഈ സമുദായമാണ്. സമുദായത്തിൻ്റെ പേര്, ഞാൻ സമുദായത്തിൻ്റെ ആളെയല്ല. ഇതെല്ലാം കേൾക്കുമ്പം നാളെ വിചാരിക്കുകയാണ് അന്നാ ബിനോയ് ദീപിക അല്ല, ബിനോയ് ദീപികയുടെ ആളല്ല. ഇതേപോലെ തന്നെ ഞാൻ സഭയെ വിമർശിക്കുകയും ചെയ്യും. കാരണം എനിക്ക് സ്വതന്ത്രനായി നിൽക്കാനാണ് താല്പര്യം. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു സമുദായത്തിൻ്റെയോ ഒന്നിൻ്റെയും ആളായി ഞാൻ വക്താവല്ല. എൻ്റെ വക്താവാക്കിയുള്ള പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നാളെ ഞാനൊരു പാരയാവും. ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം ഇപ്പോൾ എനിക്ക് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷേ ഞാനൊന്നും അവരുടെ ആളാകുന്നില്ല. കാരണം ഞാൻ പറയുന്നതിൻ്റെ ഉത്തരവാദിത്വം അവരെ ഏറ്റെടുക്കേണ്ടി വരും. നാളെ പറയും അവൻ അങ്ങനെ കാണിക്കും. ഇപ്പോൾ ചുരുളി എഴുതി അവനല്ലേ നിങ്ങളുടെ ആളെന്ന് നിങ്ങളോട് ചോദിച്ചാൽ അവൻ ഞങ്ങളുടെ ആളല്ല എന്ന് പറഞ്ഞേക്കുക. അത്രയേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ഒരു സമുദായമോ അത് ഞാനാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ഞാൻ തന്നെ ഏൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദീപിക എനിക്ക് ഇത്രയും ഓക്കെ. അപ്പം നിർത്താനുള്ള സിഗ്നലാണ് കണ്ടത്. അപ്പം നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാം. എന്തായാലും ഈ പരിപാടിയിലേക്ക് എന്നെ വിളിച്ചത്, എനിക്ക് വേറൊരു വേദിയിൽ പോയി ഇത്രയും മനസ്സിലാകുന്ന ആളുകളില്ല. ഞാനിത് പറഞ്ഞാൽ നമുക്കെല്ലാം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി എല്ലാവർക്കും മനസ്സിലായത്. വേറൊരു വേദിയിൽ പോയി, അതാണ് സാറ് വിളിച്ചത്. ഞാൻ പറഞ്ഞത് ഞാൻ വരാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ മനസ്സിൽ കുറേ നാളുകളായി വിങ്ങിക്കിടക്കുന്ന കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു സദസ്സ് ഇവിടെ ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പറയുന്നു, തീർച്ചയായും ദീപിക 140 വർഷം പിന്നിട്ടത് ഈ അടിത്തറയിൽ നിന്നാണ്. നമുക്കുണ്ടായിരുന്ന സാംസ്കാരികമായ ചരിത്രത്തിൻ്റെ അടിത്തറ ഉള്ളത് കൊണ്ടാണ് ഒരു പ്രസ്ഥാനം 140 വർഷം കടന്നു പോകും. അല്ലാതെ വെറുതെ ഒരു ദിവസം തട്ടിക്കൂട്ടൊരു പരിപാടിയൊന്നും പൂട്ടിക്കെട്ടും. ഇത് സാമ്പത്തികമായി മെച്ചാലെന്നൊക്കെ എനിക്കറിയാം. എന്നാൽ പോലും ഇതിവിടെ നിലനിൽക്കേണ്ടത് ഒരു ജനവിഭാഗത്തിൻ്റെ ചരിത്രം തമസ്കരിച്ച, ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട, പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ഒരു ഞാൻ പാഠപുസ്തക സമിതിയിലുള്ള ആളാണ്. അപ്പോൾ അവിടെ ചർച്ച വരുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അമ്മ ക്രിസ്ത്യാനികളുടെ ഒരു ഐറ്റം വെക്കണ്ടേ? അപ്പം നോക്കുമ്പോൾ ക്രിസ്ത്യാനി ആരെ എഴുത്താൻ ആരും ഇല്ല. ആ സക്കരയുണ്ട്, സക്കര എഴുതി തന്നാൽ ചിലപ്പം അങ്ങനെയാണ് KP കേശവമേനോൻ്റെ യേശുദേവൻ വെക്കാം. ഓക്കെ. അങ്ങനെ എല്ലാ തലമുറയും KP കേശവമേനോൻ്റെ യേശുദേവനാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? പാഠപുസ്തകത്തിൽ നമ്മൾ യേശുദേവൻ കൊണ്ട് KP കേശവമേനോൻ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ. ഇങ്ങനെ എല്ലാ തരത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ ശബ്ദമാകാൻ ദീപികയ്ക്ക് കഴിയട്ടെ. അതുപോലെ ആ ശബ്ദം മാത്രമല്ല, അത് നീതിയുടെ ശബ്ദം കൂടെ ആകണം എന്നുള്ളതാണ്. ആ നീതിയുടെ ശബ്ദം എന്ന് പറയുമ്പോൾ അതിന് നമുക്ക് അടിത്തറ വേണം. മഹാത്മാഗാന്ധി എടുത്ത അതേ തന്ത്രം, അടിത്തറയുള്ള സാംസ്കാരികമായ അടിത്തറയെ ഓർമ്മിപ്പിക്കുന്ന
കുറേ എനിക്ക് ഇത് പറഞ്ഞാൽ തീരെയല്ല. ഞാൻ ഇതിനെപ്പറ്റി കാരണം വിപുലമായ പഠനം നടത്തിക്കൊണ്ട് ഇത് പറഞ്ഞാൽ തീരെയല്ല. നമ്മുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളി എന്ന് പറയുന്നത് നമ്മൾ പറയേണ്ടത് പാറമക്ക തോമാക്കത്തിനാരെയാണ്. അദ്ദേഹം പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ എന്ത് ചെയ്തു? ഇവിടെ നിന്ന് പോയി അവിടെ എന്തൊരു കഷ്ടപ്പാടുള്ള, എന്തൊരു വെല്ലുവിളി നേരിട്ട യാത്രയായിരുന്നു അതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു റോമ യാത്ര എന്ന് പറയുന്നത് നമുക്ക് വായിച്ചാൽ അറിയാം. അദ്ദേഹം അവിടെ പോയി ഇവിടുത്തെ തദ്ദേശീയരായ അച്ഛന്മാർക്ക് കിട്ടേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി അവിടെ പോയി വാദിച്ച ആളാണ്. അത്രയും അതിൻ്റെ വൈദേശിക ആധിപത്യം കേരളത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യം പ്രതികരിച്ച ഒരാളിൽപ്പെട്ടാണ് തോമാക്കത്തനാർ. പക്ഷെ അത് നമ്മളെവിടെയും വായിക്കുന്നില്ല. സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തെ. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ദീപികയ്ക്ക് ഉണ്ടാവട്ടെ. നമ്മുടെ അടിത്തറ വളരെ ശക്തമാണ്, നമ്മുടെ സാംസ്കാരിക പൈതൃകം വളരെ വലുതാണ്. ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിന് വളരെയധികം നന്ദി പറയുന്നു. ദീപികയുടെ ഈ 140ാം പിറന്നാൾ ആഘോഷം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.